ആപ്പിൾ അവരുടെ ലേറ്റസ്റ്റ് ബീറ്റ സോഫ്റ്റ്വെയർ iOS 18 2 ദിവസം മുമ്പ് റിലീസ് ചെയ്തായിരുന്നു. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ നമുക്ക് കുറേയധികം ഡിവൈസുകൾക്ക് ഈ ഒരു അപ്ഡേറ്റ് ബീറ്റ സോഫ്റ്റ്വെയർ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് ഐഫോൺസിന് ലഭിച്ചിട്ടുണ്ട്, ഐപാഡ്സ്, മാക്ബുക്ക്, ആപ്പിൾ TV അങ്ങനെ കുറേ ഡിവൈസസിന് ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് മെയിൻലി ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമുക്ക് ഐഫോണിൽ വന്നിരിക്കുന്ന ഈ ഒരു ബീറ്റ സോഫ്റ്റ്വെയർ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ഫീച്ചേഴ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഡിവൈസസിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനെല്ലാം വേണ്ടി നമ്മുടെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത് നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആപ്പിൾ ഡിവൈസസ് യൂസ് ചെയ്യുന്ന കൂട്ടുകാർക്കും കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ ഈ ഒരു ചാനലിൽ ആപ്പിൾ പ്രൊഡക്ട്സിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പോൾ സമയങ്ങളിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചേഞ്ച് വന്നിരിക്കുന്ന ലോക്ക് സ്ക്രീനിലാണ്. ലോക്ക് സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണിട്ട് നമുക്ക് ഈ രണ്ട് ഐക്കൺസ് നമുക്കിപ്പോൾ കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് പണ്ട് നമുക്കിവിടെ ടോർച്ചും ക്യാമറയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇനി മുതൽ നമുക്ക് ആവശ്യമുള്ള ആപ്സ് നമുക്കിവിടെ ഷോർട്ട് കട്ട്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഷോർട്ട് കട്ടായിട്ട് ആഡ് ചെയ്യാൻ പറ്റുക ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ലോക്ക് സ്ക്രീനിൽ എഡിറ്റ് മോഡിൽ പോവുക, കസ്റ്റമൈസ് എടുക്കുക, കസ്റ്റമൈസ് ചെയ്ത് ലോക്ക് സ്ക്രീൻ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഈ രണ്ട് ടോഗിൾസ് കൂടെ കിട്ടുന്നതായിരിക്കും. കണ്ടിട്ടും നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കറൻലി സെറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് സ്പോട്ടിഫൈയും ഒന്ന് ക്യാമറയുമാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം പൊതുവേ എല്ലാവരും മ്യൂസിക്കും ക്യാമറ ആയിരിക്കും ഈ ഒരു ഷോർട്ട് കട്ട്സിൽ യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സ്പോട്ടിഫൈയും ക്യാമറയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ക്യാമറ ചേഞ്ച് ചെയ്തിട്ട് വേറൊരു ആപ്പാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഈ മൈനസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ ഒന്ന് പോകുന്നതായിരിക്കും. ഒരു പ്ലസ് ഐക്കൺ കാണുന്നതായിരിക്കും. ജസ്റ്റ് ആ പ്ലസ് ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൺട്രോൾസ് കൂടെ കാണിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇവിടെ കണ്ടും ഓപ്പൺ ആപ്പ് എന്ന് പറഞ്ഞൊരു ഐക്കൺ കിട്ടുന്നുണ്ട്. അത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കൺട്രോളാണ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൺട്രോൾ ഇവിടെ സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് അടുത്ത ചേഞ്ചസ് വന്നിരിക്കുന്നത് നമുക്ക് കൺട്രോൾ സെൻറ്ററിലാണ്. കൺട്രോൾ സെൻറ്റർ എടുത്ത് വെച്ചാൽ കൺട്രോൾ സെൻറ്ററാണ് വലിയ രീതിയിലുള്ള ചേഞ്ചസ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ കണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. കൺട്രോൾ സെൻറ്ററിൽ തന്നെ നമുക്ക് ആൻഡ്രോയിഡിലെ പോലെ തന്നെ പേജസ് വന്നിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ ഈ ഒരു കൺട്രോൾ സെൻറ്ററിൽ 3 പേജ് വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ 3 പേജസ് നമുക്ക് ഈ ഒരു കൺട്രോൾ സെൻറ്ററിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഐക്കൺസും കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഫസ്റ്റ് പേജ് വയ്ക്കാൻ പറ്റുന്നത്. അതാണ് ഇവിടെ ഒരു ഹാർട്ടിൻ്റെ ഐക്കൺ കാണുന്നത്. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് മ്യൂസിക്കിൻ്റെ ഒരു ഐക്കൺ ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ താഴേക്ക് വന്നാൽ നമുക്ക് ഇവിടെ സെല്ലുലറിന് വേണ്ടി ഒരു ഓപ്ഷനും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഫേവറേറ്റ് പേജിൽ നമുക്ക് ഇഷ്ടമുള്ള ഐക്കൺസ് നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്. അത് എഡിറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. എവിടെയെങ്കിലും പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു എഡിറ്റ് പേജ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ആവശ്യമില്ലാത്ത റിമൂവ് ചെയ്യാനും പറ്റുന്നതാണ്, ആവശ്യമുള്ളത് നിങ്ങൾക്ക് ആഡ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ഐക്കൺസ് നമുക്ക് റീസൈസ് ചെയ്യാനും പറ്റുന്നതാണ്. കണ്ട് നമുക്ക് ജസ്റ്റ് ഈ തരത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇത് റീസൈസ് ആയിട്ട് വരുന്ന നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഐക്കൺസാണ് വേണ്ടതെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് പിടിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഐക്കൺസ് നിങ്ങൾക്ക് ഇത് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഈ ഒരു കൺട്രോൾ സെൻറ്ററിൻ്റെ മുകളിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പവർ ബട്ടൺ കിട്ടുന്നുണ്ട്. ഈ ഒരു പവർ ബട്ടൺ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെയാണ് നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള ഒരു സ്ക്രീനിലേക്ക് പോകുന്നതായിരിക്കും. ജസ്റ്റ് ഇവിടെ തന്നെ നമുക്ക് പവർ സൈഡർ യൂസ് ചെയ്ത് നമുക്ക് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ്. മുമ്പത്തെ കണക്ക് നമുക്ക് 2 ബട്ടൺസും കാര്യങ്ങളൊന്നും പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഇനി ഇതിനകത്ത് കൂടുതൽ വിഡ്ജറ്റ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ മുകളിൽ ഒരു പ്ലസ് ഐക്കൺ കിട്ടുന്നതായിരിക്കും. ആ പ്ലസ് ഐക്കൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടിട്ട് ഇതെല്ലാം എഡിറ്റ് മോഡിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇനിയും ഇതിനകത്ത് കൺട്രോൾസ് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അഡീഷണൽ പേജസ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ ആവശ്യമുള്ള കൺട്രോൾസ് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ആ കൺട്രോൾ ആഡ് ചെയ്ത് കാണിച്ചു. ഇവിടെ തൊട്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ ആഡ് ചെയ്യുക കൺട്രോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനൊക്കെ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്ഥലത്തേക്ക് വരുന്നതായിരിക്കും. ഇത്തരത്തിൽ നിങ്ങൾക്ക് റീസൈസ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ആഡ് ചെയ്ത് കാണിച്ചു തരാം. നമുക്കിപ്പം വലുതാക്കണമെങ്കിൽ ജസ്റ്റ് ഇത്തരത്തിൽ പിടിച്ച് വലുതാക്കി കഴിഞ്ഞാൽ ഇത് വലുതാവുന്നതായിരിക്കും. ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാനും പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പേജിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു ഐക്കൺ കൂടെ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ കാണിട്ട് നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ഐക്കണാണ്. അതായത് ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ ടാപ്പ് ടു ക്യാഷ് എന്ന് പറഞ്ഞൊരു ഐക്കൺ കൂടി നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇവിടെ കറൻലി അവൈലബിൾ അല്ല. ഞാൻ ഇപ്പോൾ യു എയിലാണുള്ളത്. യു എയിൽ ഇതുവരെ വന്നിട്ടില്ല. നമുക്കിത് US ഈ ഒരു ഫീച്ചർ ഉടനെ തന്നെ വരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് അപ്ഡേറ്റ് കൂടെ അതാണ് അറിയാൻ പറ്റിയത്. ഇവിടെ കണ്ടിട്ട് ഈ ഒരു ടാപ്പ് ടു ക്യാഷ് എന്ന് പറയുന്ന ഫീച്ചർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് 2 ഫോൺസ് ജസ്റ്റ് നിയർ ബൈ ഷെയർ പോലെ തന്നെ നമുക്ക് തൊട്ടടുത്ത് കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ ആ ഒരു നെയിം ഡ്രോപ്പ് പോലെ തന്നെ നമുക്ക് തൊട്ടടുത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണിത് ടാപ്പ് ടു ക്യാഷ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് കറൻലി അവൈലബിൾ അല്ല, ഫീച്ചറിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് കൺട്രോൾ സെൻറ്ററിൽ വന്നിരിക്കുന്ന വലിയൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് 3 പേജസൊക്കെ ആക്കി നമുക്ക് എത്ര പേജസ് വേണം അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം മൊത്തം 4 പേജസിനകത്തുണ്ട്. നിങ്ങൾക്ക് എത്ര പേജ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് അടുത്ത ചേഞ്ച് വന്നിരിക്കുന്നത് നമുക്ക് ഹോം സ്ക്രീനിൽ തന്നെയാണ്. ഇവിടെ കണ്ടുമ്പോൾ എൻ്റെ ഹോം സ്ക്രീനാണിത്. അപ്പോൾ ഈ ഒരു ഹോം സ്ക്രീനിൽ നമുക്ക് ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു ഫസ്റ്റ് ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് പേജ് ഒരിക്കലും നമുക്ക് ബ്ലാങ്ക് ആയിട്ട് ഒരു ഹോം സ്ക്രീൻ നമുക്ക് ഐഫോൺസിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതായത് നമുക്ക് ഐക്കോൺസ് ഒന്നുമില്ലാതെ ഈ ഒരു താഴത്തെ ഒരു ഡോക്ക് മാത്രമായിട്ടൊരു ബ്ലാങ്ക് പേജ് നമുക്ക് ഐഫോൺസിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. എന്നാൽ ഇപ്പം നമുക്ക് ബ്ലാങ്ക് പേജസും നമുക്ക് ഐഫോൺസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്.
എന്നിട്ടും വെറും ബ്ലാങ്ക് പേജാണിത്. ഇങ്ങോട്ട് പോയാൽ നമ്മുടെ ഈ ഒരു ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ഈ ഒരു പേജ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ബ്ലാങ്ക് ആയിട്ട് യൂസ് ചെയ്യുന്നതിനകത്ത് ഒരു വിഡ്ജറ്റും കാര്യങ്ങളും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടല്ലേ. മുമ്പ് നമുക്ക് ക്ലിയർ വിഡ്ജറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് നമുക്കിവിടെ ബ്ലാങ്ക് വിഡ്ജറ്റ്സ് സെറ്റ് ചെയ്ത് ഇത്തരത്തിൽ ബ്ലാങ്ക് ആക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ നമുക്കിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് എല്ലാ ഐക്കൺസും ഈ ഒരു പേജിൽ നിന്ന് റിമൂവ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ബ്ലാങ്ക് ആയിട്ടുള്ള പേജും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നമ്മുടെ വാൾപേപ്പർ കുറച്ചും കൂടെ ഒരു പോപ്പുലറായി നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു സ്ക്രീൻ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ഫീച്ചർ ഇപ്പോൾ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഈ ഒരു ഹോം സ്ക്രീനാണ്. ഹോം സ്ക്രീനിൽ നമുക്ക് ഐക്കൺസ് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു സ്ക്രീൻ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ട് നമുക്ക് ഐക്കൺസ് ഞാൻ പല പല സ്ഥലങ്ങളിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇടയ്ക്കൊന്നും നമുക്ക് ക്ലിയർ വിഡ്ജറ്റ്സ് അങ്ങനെയുള്ള ബ്ലാങ്ക് വിഡ്ജറ്റ്സ് ഒന്നും തന്നെ ഇല്ല. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ഇത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെ അത് ഇരിക്കുന്നതായിരിക്കും. അപ്പം ഞാനിത് ഈ ഒരു പൂച്ചയുടെ ഫോട്ടോ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി ഞാൻ ഇത്തരത്തിൽ വെച്ചിരുന്നത്. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ഇത് കൊണ്ട് വയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു ഐക്കൺസ് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ ഇപ്പം യൂസ് ചെയ്തത് ഞാൻ കണ്ട ഒരു ഫീച്ചറാണ്. അപ്പം നമുക്ക് ഇവിടെ വന്നിട്ട് ഞാൻ ഒരു സ്റ്റാക്ക് വിഡ്ജറ്റ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. 2 സ്റ്റാക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു എഡിറ്റ് സ്റ്റാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമുക്ക് 2 സ്റ്റാക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു സ്റ്റാക്കിൽ എനിക്ക് ജസ്റ്റ് ഇത്തരം റിമൂവ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചാൽ നമ്മുടെ 2 സ്റ്റാക്കിൽ നിന്ന് നമുക്ക് വിഡ്ജറ്റ്സ് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. റിമൂവ് ചെയ്ത് വെച്ച വിഡ്ജറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ ഓൾറെഡി 2 റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എഡിറ്റ് കൊടുക്കുന്നുണ്ട്. എഡിറ്റ് കൊടുക്കുന്നത് നമുക്കിവിടെ കണ്ടും 2 ഓപ്ഷൻസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ചെറുതും ഒന്ന് വലുതുമാണ്. ഒന്ന് ഈ വലുതിൽ നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഈ ഒരു വലിയ വിഡ്ജറ്റ്. ഇത് നമുക്ക് ഇത് ചെറുതാക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും പഴയ ഒരു ക്ലോക്കിൻ്റെ ഐക്കണിലേക്ക് അത് പോയിട്ടുണ്ട്. ഒരു ക്ലോക്ക് ആപ്പായിട്ട് അത് മാറിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് ഈ ഒരു വലിയ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നോർമൽ വിഡ്ജറ്റിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു ഐക്കൺസ് നമുക്ക് ഒറ്റയടിക്ക് തന്നെ വിഡ്ജറ്റ് പേജിൽ പോകാതെ നമുക്ക് വിഡ്ജറ്റ്സ് ആകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മ്യൂസിക് അപ്പം ആക്കി കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്മോൾ വിഡ്ജറ്റായി, കുറച്ചുകൂടെ വലിയ വിഡ്ജറ്റായി. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ വലിയ വിഡ്ജറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെറിയത് മതിയെങ്കിൽ നമുക്ക് ചെറുതെന്നാക്കാൻ പറ്റും. ഒപ്പം നമുക്ക് ജസ്റ്റ് ഇത്തരത്തിൽ റീസൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് റീസൈസ് ചെയ്യാൻ പറ്റുന്നതാണിത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എഡിറ്റ് മോഡിൽ പോകുന്നുണ്ട്. എഡിറ്റ് മോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തൊട്ടതായിട്ട് ഒരു ചെറിയൊരു ബ്രാക്കറ്റ് പോലൊരു സിമ്പിൾ കിട്ടുന്നതായിരിക്കും. അത്തരത്തിൽ ഇങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് എഡിറ്റ് ചെയ്ത് നമുക്ക് ചെറുതാകാനും പറ്റുന്നതാണ്. ഇത് ഈ ഒരു വിഡ്ജറ്റ് തന്നെ നിൽക്കത്തുള്ളൂ. നിങ്ങൾക്ക് കുറച്ചും കൂടെ ചെറുതാക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ മ്യൂസിക് ഐക്കണിലേക്ക് അത് പോകുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഈ ഒരു ഐക്കൺസിൽ നിന്ന് തന്നെ നമുക്ക് വിഡ്ജറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ പുതിയതായിട്ട് കിട്ടിയ ഒരു ആപ്പാണിത്. പാസ്വേഡ്സ് എന്നാണ് എൻ്റെ പേര്. അപ്പം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് ഇവിടെ വെൽക്കം ടു പാസ്വേഡ് ആപ്പ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. കണ്ടിന്യൂ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഇനേബിൾ ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യുക. അപ്പോൾ എൻ്റെ കയ്യിലുള്ള എല്ലാ പാസ്വേഡ്സും എനിക്കിപ്പോൾ ഒരു പാസ്വേഡ് എന്ന് പറയുന്നൊരു ആപ്പിനകത്ത് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്പിനകത്ത് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്നത്. പാസ് കീസ് ഉണ്ട്, പാസ്വേഡ്സ് ഉണ്ട്, കോഡ്സ്, വൈഫൈയുടെ പാസ്വേഡ്സ്, പിന്നെ സെക്യൂരിറ്റിയിൽ ഇഷ്യൂസുള്ള പാസ്വേഡ്സ്, അതെല്ലാം നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നത്. ഇവിടെ വന്ന് ഈ സെക്യൂരിറ്റിക്കകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കോംപ്രമൈസ് ആയിട്ടുള്ള പാസ്വേഡൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്ത് നമുക്ക് കുറച്ചും കൂടെ സെക്യൂർ ആയിട്ടുള്ളൊരു യൂസേജ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. മുമ്പ് നമുക്ക് ഈ ഒരു പാസ്വേഡ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ നമുക്ക് സെറ്റിങ്സിനകത്തായിരുന്നു ഉണ്ടായിരുന്നു. ഇപ്പം നമുക്കത് ഒരു ആപ്പായിട്ട് അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഈ ഒരു ഹോം സ്ക്രീനിൽ തന്നെ നമുക്ക് കുറച്ചും കൂടെ കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐക്കൺസിൻ്റെ പേര് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. മുമ്പ് നമ്മളത് ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് യൂസ് ചെയ്തായിരുന്നു നമ്മൾ ഈ ഒരു പേരൊക്കെ ഹൈഡ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇനി മുതൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു വിഗിൾ മോഡ് കിട്ടുന്നുണ്ട്. ഇവിടെ മുകളിൽ ലെഫ്റ്റ് സൈഡിൽ എഡിറ്റ് പ്രസ് ചെയ്തിട്ട് കസ്റ്റമൈസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ചൊരു ഓപ്ഷൻസ് കൂടെ കിട്ടുന്നില്ല. ഇവിടെ വന്നിട്ട് ഓട്ടോമാറ്റിക് ഉണ്ട്, ഡാർക്ക് ഉണ്ട്, ലൈറ്റ് ഉണ്ട്, ടിൻറ്റഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഐക്കൺസിൻ്റെ പേര് മാത്രം ഒഴിവാക്കാനാണ് ജസ്റ്റ് ലാർജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരെല്ലാം ഐക്കൺസിൻ്റെ പേരെല്ലാം എവിടെ നിന്ന് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഈ ഒരു ഐക്കൺസിനൊക്കെ ഒരു പ്രത്യേക ലുക്ക്, അതായത് ഒരു കസ്റ്റം ഐക്കണിൻ്റെ ലുക്ക് കൊടുക്കണമെങ്കിൽ ജസ്റ്റ് നിങ്ങളിത് ഡാർക്ക് മോഡിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഐക്കൺസ് എല്ലാം വേറെ കളറിലേക്ക് പോകുന്നത് കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ ഐക്കൺസ് അല്ലേ അപ്പോൾ ഡാർക്ക് മോഡിലേക്ക് പോയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ കളേഴ്സ് നിങ്ങളുടെ വാൾപേപ്പറിനായിട്ട് മാച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനാണ് ഇവിടെ ടിൻറ്റഡ് എന്ന് പറഞ്ഞൊരു ഐക്കൺ ഉള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡാർക്ക് മോഡ് മാറ്റി നിങ്ങൾക്ക് ലൈറ്റ് മോഡിൽ യൂസ് ചെയ്യാം. ലൈറ്റ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നോർമലായിട്ടുള്ള ഐക്കൺസാണ് വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഡാർക്ക് മോഡിൽ കാണണമെങ്കിൽ ഡാർക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാർക്ക് ആയിട്ടുള്ള ഐക്കൺസ് വരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ടിൻറ്റഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ടിൻറ്റഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഐക്കൺസ് എല്ലാം നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക്
നമുക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു പ്രത്യേക ലുക്ക് തന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് നിങ്ങളുടെ ഐക്കൺസ് മാറ്റിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയത് ഈ ഒരു ഡാർക്ക് മോഡിൻ്റെ ആ ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഈ ഐക്കൺ കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ലുക്ക് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് ഈ ഒരു ഡാർക്ക് മോഡിൻ്റെ ഈ ഒരു ഐക്കണാണ് കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നിയത്. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടിട്ടും ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോൾഡറിനകത്ത് 2 ആപ്സ് ഉണ്ട്. മുമ്പ് നമ്മൾ ഈ ഒരു ആപ്പ് ഒന്ന് റിമൂവ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോൾഡർ ഓട്ടോമാറ്റിക്കായിട്ട് ഒഴിവായിട്ട് ആ ഒരു ഐക്കൺ പുറത്ത് വരികയാണ് ചെയ്യാറ്. പക്ഷേ നമുക്കിപ്പോൾ ഈ ഒരു ഐക്കൺ റിമൂവ് ആക്കിയാലും ഫോൾഡർ അവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും. ഫോൾഡർ പോവില്ല, ഫോൾഡർ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോൾഡറിലേക്ക് ഇനി നമുക്ക് ആപ്സ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഈ ഒരു ഫോൾഡറിനകത്തായിരുന്നു ഈ ഒരു ആപ്പ് ഉണ്ടായതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫോൾഡർ ഇപ്പോൾ ഒഴിവാക്കുന്നതിന് മുമ്പായിരുന്നു ഈ ഒരു ഫോൾഡർ പോയിട്ട് നമുക്ക് ഐക്കൺ തന്നെ പുറത്ത് വരുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ഒത്തിരി കാലമായിട്ട് ഐഫോണിൽ വരണമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ഫീച്ചറാണ്. അതായത് നമുക്ക് ആപ്സ് ഇൻഡിവിജ്വലായിട്ട് ലോക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഫീച്ചർ. മുമ്പ് നമ്മൾ ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്ത് നമ്മുടെ ആപ്സ് നമ്മൾ ലോക്ക് ചെയ്തിരുന്നത്. എന്നാൽ നമുക്കിപ്പോൾ അതിൻ്റെ ഒരു തേർഡ് പാർട്ടി ആപ്പോ അല്ലെങ്കിൽ ഷോർട്ട് കട്ട്സോ അങ്ങനെയുള്ള ആപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഐഫോണിൽ തന്നെ ആപ്സ് നമുക്ക് ഡയറക്റ്റ് ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത്. അതിനായിട്ട് ജസ്റ്റ് നിങ്ങളുടെ ഈ ഒരു ഐക്കൺ ഏത് ആപ്പാണ് ലോക്ക് ചെയ്യുന്ന ആ ഐക്കൺ ജസ്റ്റ് ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടുന്നത് ഇവിടെ കാണാറ്റും റിക്വയർ ഫേസ് ഐ ഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ഫേസ് ഐ ഡി ചോദിക്കുന്നതായിരിക്കും. അത് ജസ്റ്റ് റിക്വയർ ഫേസ് ഐ ഡി കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫേസ് ഐ ഡി ഇവിടെ സ്കാൻ ആവും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി നമ്മൾ ഈ ഒരു ആപ്പ് ഓപ്പൺ ആക്കുവാണെങ്കിൽ നിങ്ങളുടെ ഫേസ് ഐ ഡി ചോദിക്കുന്നതായിരിക്കും. ഇല്ലേ, ഫേസ് ഐ ഡി റിക്വയർഡ് എന്നായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ പാസ്വേഡ് ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഫിംഗർ പ്രിൻ്റ് ഉള്ള ഫോണാണെങ്കിൽ ഫിംഗർ പ്രിൻ്റ് ആയിരിക്കും ചോദിക്കുക. ഇപ്പോൾ എൻ്റേത് 15 Pro Maxലാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു ബീറ്റ സോഫ്റ്റ്വെയർ എൻ്റെ ഈ ഒരു മെയിൻ ഡിവൈസിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫേസ് ഐ ഡി ആണ് ഈ ഒരു 15 Pro Maxൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഫേസ് ഐ ഡി യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പാസ്കോഡ് യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു ആപ്പിനകത്തേക്ക് കയറാൻ പറ്റുന്നതാണ്. എൻ്റെ പാസ്വേഡ് അടിക്കുന്നതുകൊണ്ട് എൻ്റെ ആപ്പിനകത്ത് ഇവിടെ ലോഗിൻ ആയിട്ടുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഏത് ആപ്പും നിങ്ങൾക്ക് ലോക്ക് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഈ ഒരു ഫേസ് ഐ ഡി സ്കാൻ ചെയ്യാണ്ട് നിങ്ങൾക്ക് ആപ്പ് എപ്പോഴും അൺലോക്കായി തന്നെ ഇരിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ പ്രസ് ഹോൾഡ് ചെയ്യുക. നോക്കാം ഡോൺ റിക്വയർ ഫേസ് ഐ ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ടാപ്പ് ചെയ്യുക. ഒന്നും കൂടെ ഫേസ് സ്കാൻ ആവുന്നതായിരിക്കും. നിങ്ങളുടെ ആപ്പിൻ്റെ പാസ്വേഡ് മാറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഫേസ് ഐ ഡി ചോദിക്കത്തില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മൾ ഫേസ് ഐ ഡി യൂസ് ചെയ്യുന്ന ഫോണിലുള്ള എല്ലാ ആപ്സും നമ്മൾ ലോക്ക് ചെയ്യുന്നത്. അടുത്തായിട്ട് നമുക്ക് ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് എടുത്ത് നോക്കാം. ഫോണിൻ്റെ സെറ്റിങ്സ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിങ്സ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമുക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. കുറച്ച് ഓപ്ഷൻസ് മാത്രമേ ഇപ്പം നമുക്ക് സെറ്റിങ്സിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ ഓപ്ഷൻസ് എടുത്താലും അതിനകത്തൊക്കെ നമുക്ക് ഈ ഒരു സെക്ഷൻ്റെ ഒരു ബ്രീഫിങ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ജനറൽ എടുക്കുകയാണെങ്കിൽ ജനറലിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ഒരു ബ്രീഫിങ് തരുന്നുണ്ട്. ഇതിനകത്ത് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ബ്രീഫിങ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ജനറലാണ്. ഇപ്പോൾ ഞാൻ ആക്സസിബിലിറ്റി എടുക്കുകയാണെങ്കിൽ ആക്സസിബിലിറ്റിയുടെ മുകളിൽ നമുക്കൊരു ബ്രീഫിങ് കിട്ടുന്നുണ്ട്. ലേൺ മോർ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അതിൽ നിന്ന് അറിയാൻ പറ്റുന്നതാണ്. പിന്നെ ആക്ഷൻ മോഡിൽ നമുക്ക് ഈ ഒരു കീ നോട്ടിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കീ നോട്ടിൽ അവർ പറഞ്ഞിരുന്നു നമുക്ക് ആക്ഷൻ ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് ഒരു ആപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമുക്ക് ഒരു ആപ്പ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ ഞാൻ അവിടെ നോക്കിയിട്ട് കണ്ടില്ല. ക്യാമറ, ടോർച്ച്, വോയിസ് മെമ്മോ, റെക്കഗ്നൈസ്ഡ് മ്യൂസിക്, ട്രാൻസ്ലേറ്റ്, മാഗ്നിഫയർ, കൺട്രോൾസ്, ഷോർട്ട് കട്ട്സ്, ആക്സസിബിലിറ്റി, നോ ആക്ഷൻ. അപ്പം നമുക്കൊരു ആപ്പ് നമുക്ക് ഇപ്പോഴും ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് മാത്രമേ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇത് കണ്ടപ്പം തോന്നിയത്. നമുക്കിവിടെ ഓപ്പൺ ആപ്പ് കൊടുത്ത് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ജസ്റ്റ് ഓപ്പൺ ആപ്പ് ഉണ്ടോ എന്ന് നോക്കാം. ഓപ്പൺ ആപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ കറൻ്റ്ലി അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഫീച്ചർ യൂസ് ചെയ്ത് ഈ ഒരു ആക്ഷൻ ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് ആപ്സ് ഓപ്പൺ ചെയ്യാൻ കറൻ്റ്ലി പറ്റത്തില്ല. അപ്പോൾ അതാണ് നമുക്ക് ആക്ഷൻ ബട്ടണിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ നമുക്ക് ക്യാമറ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ക്യാമറയിൽ പ്രത്യേകിച്ച് വലിയ ഫീച്ചേഴ്സൊന്നും നമുക്ക് വന്നിട്ടില്ല. നമുക്ക് ആപ്പ് സെക്ഷനൊക്കെ ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ആപ്സ് എല്ലാം നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു യൂസേജിൽ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ. ഇനി ഇതിനകത്ത് കൂടുതൽ ഫീച്ചേഴ്സ് ഞാൻ യൂസ് ചെയ്യുമ്പം കണ്ടുപിടിക്കുകയാണെങ്കിൽ അതെല്ലാം ഞാൻ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മുടെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ കൊണ്ട് ഇനേബിൾ ചെയ്ത് വയ്ക്കും. അപ്പോൾ നിങ്ങളുടെ ആപ്പിൾ ഡിവൈസസ് യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സിന് നമ്മുടെ ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയും വേണം നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ വരെ പടയിലേക്ക് അപ്പോൾ അതിന് കൂടുതലായി ജസ്റ്റ് ഒന്ന് ഷെയർ കൂടി ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. സി യു.